ബഹുമാനപ്പെട്ട നാട്ടുകാരെ, പ്രിയമുള്ള ജനാധിപത്യ വിശ്വാസികളെ, കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ഭരണം കുടിവെള്ളത്തിനും ഇലക്ട്രിസിറ്റിയിലും പല പ്രാവശ്യം വില കൂട്ടുകയും ഡീസൽ പെട്രോൾ വില കൂട്ടുകയും ചെയ്തിട്ടുണ്ട്. ഡീസൽ പെട്രോൾ വില എന്തിനാണ് കൂട്ടിയിരിക്കുക പറഞ്ഞാൽ സർചാർജ് ഉൾപ്പെടുത്തി 2 രൂപ കൂട്ടി പെൻഷൻ കൊടുക്കാൻ എന്ന പദ്ധതിയാണ് ചെയ്യുന്നത്. എന്നാൽ കേരള സംസ്ഥാനത്ത് തമിഴ്നാട് ബോർഡറുള്ള സ്ഥലത്തും കർണാടക ബോർഡറുള്ള സ്ഥലത്തും പോണ്ടിച്ചേരി ബോർഡറുള്ള സ്ഥലത്തും എല്ലാം 100 രൂപയാണ് പെട്രോളിൻ്റെ വില. 100-102 രൂപ. അപ്പോൾ അവിടെ പോയിട്ടാണ് പെട്രോൾ അടിക്കുന്നത്. ഇപ്പോൾ സർക്കാർ എന്ന് പറയുന്നത് എല്ലാ സാധനങ്ങളുടെയും വില കൂട്ടി, ഉപ്പ് തൊട്ട് കൽപ്പൂരം വരെ. ഇലക്ട്രിസിറ്റി ബില്ല് 4 പ്രാവശ്യം കൂട്ടി, വാട്ടർ ബില്ല് 4 പ്രാവശ്യം കൂട്ടി. ഒരൊറ്റ ആൾ വീട്ടിലുണ്ടെങ്കിൽ കിണറില്ല വെച്ചാൽ 2500 രൂപയാണ് കുടിവെള്ളത്തിന് ഇരുട്ടടിയായിട്ട് വന്നിരിക്കുന്നത്. വേണമെങ്കിൽ പരിശോധിക്കാം. പിന്നെ പഞ്ചായത്തിൻ്റെ നികുതിയെല്ലാം കൂട്ടിയിരിക്കുക. ഇപ്പോൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ സർക്കാർ പറയുന്നു ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾ തോറ്റതാണെന്നാണ് പറയുന്നത്. പ്രത്യേക സാഹചര്യത്തിൽ തോറ്റതല്ല, ജനം തോൽപ്പിച്ചതാണ്. ജനം തോൽപ്പിച്ചത് പറഞ്ഞാൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. 2000 രൂപ പെൻഷൻ കൊടുത്ത് 5000 രൂപ കുടുംബത്തിൽ നിന്നും തിരിച്ചു മേടിക്കുന്ന പദ്ധതിയാണ് ഇപ്പോൾ പിണറായി വിജയൻ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ 600 രൂപയും 800 രൂപയും 900 രൂപയും ഉമ്മൻചാണ്ടി കൊടുത്ത പെൻഷൻ എന്ന് പറയുമ്പോൾ പെൻഷൻ മാത്രമല്ല അന്ന് കൊടുത്തത്, ലക്ഷക്കണക്കിന് ആളുകൾക്ക് ചികിത്സാധന സഹായം, ക്യാൻസർ രോഗികൾ, HIV ബാധിച്ചവർക്ക്, പിന്നെ എല്ലാ കിടപ്പ് രോഗികൾക്കും, കണ്ണ് കാണാത്തവർക്ക് കണ്ണ്, കാഴ്ച നഷ്ടപ്പെട്ടവർ കാഴ്ച ഇതായിരുന്നു, കേൾവി ശക്തിയില്ലാത്തവർക്ക് കേൾവി ഉണ്ടാക്കി കൊടുക്കുകയും ഉമ്മൻചാണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിയെ പോലെ ചെയ്ത ഒരു മഹാൻ ഇന്ന് കേരള സംസ്ഥാനത്തിൽ ഇല്ല എന്നുള്ളതാണ്. കരുണാകരൻ, ഉമ്മൻചാണ്ടി, ഇടതുപക്ഷത്തിൻ്റെ EK നായനാർ, പിന്നെ EMS നമ്പൂതിരിപ്പാട്, VS അച്യുതാനന്ദൻ എല്ലാവരെയും അംഗീകരിക്കാൻ പറ്റാവുന്നതാണ്. പിണറായി വിജയൻ എന്ന് പറയുമ്പോൾ ഇവിടെ നേരത്തെ ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ 1.5 ലക്ഷം കോടിയായിരുന്നു കടം. ഇപ്പോൾ അത് 5,40,000 കോടിയായിട്ടുണ്ട്. ഇന്ത്യ രാജ്യത്ത് കറൻസി അടിച്ചിരിക്കുന്നത് മാത്രം നോക്കുമ്പോൾ 15 ലക്ഷം കോടിയാണ് ആകെ അടിച്ചിരിക്കുന്നത്. ഈ നരേന്ദ്രമോദി നോട്ട് നിരോധനത്തിൽ കൂടെ എല്ലാ നോട്ടും തിരിച്ച് കൊണ്ടുപോയി അടച്ച് ബാങ്കിൽ അടച്ച് പുതിയ നോട്ട് ഇറക്കുമ്പോൾ 99.5% നോട്ടും ഇന്ത്യ രാജ്യത്ത് റിസർവ് ബാങ്കിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ആ റിസർവ് ബാങ്കിൽ എത്തിയതിന് ശേഷം 1000 രൂപയുടെയും 500 രൂപയും പഴയ നോട്ടുകളെല്ലാം മാറ്റി 2000 ആക്കി. ആ 2000-ന് വെട്ടിക്കമ്മിയാക്കി വീണ്ടും 500 ആക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇവർക്കൊക്കെ നോട്ട് നിരോധനം എന്ന് പറയുമ്പോൾ ആ നോട്ട് നിരോധനത്തിൽ കൂടെ കോടിക്കണക്കിന് രൂപ BJPക്ക് ഉണ്ടാക്കുന്നതിനും സ്വർണ്ണക്കടത്ത് നടത്തുന്നതിനും വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. CPM എന്ന് പറയുമ്പോൾ സഖാക്കളെല്ലാം ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രനെയും മറ്റുള്ളവരെയൊന്നും അറസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാ മേഖലയും തച്ച് തകർത്ത പിണറായി സർക്കാരിനെ എല്ലാം ഈ കേരളത്തിലെ ജനങ്ങൾ മൊത്തം മാറ്റി ചിന്തിപ്പിക്കണം. കാരണം ഇപ്പോൾ വർഗീയത പറഞ്ഞിട്ടാണ് വോട്ട് പിടിക്കുന്നത്. വർഗീയത പറഞ്ഞ് ഹിന്ദുക്കളുടെ വോട്ട് തട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. മുസ്ലിങ്ങളെ പീഡിപ്പിച്ചും ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചും തമ്മിത്തല്ലുണ്ടാക്കി ഭരണം നേടാമെന്നാണ് പിണറായി വിജയൻ സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതെന്തായാലും ഇനി 3ാമത്തെ സർക്കാർ വരില്ല. എല്ലാ മേഖലയും കൊള്ളയടിച്ച, പഞ്ചായത്തിൻ്റെ ടാക്സ് കൂട്ടി, സബ് രജിസ്ട്രാർ ഓഫീസിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി കൂട്ടി, ഒരു റിയൽ എസ്റ്റേറ്റ് കച്ചവടം പോലും ഇവിടെ നടക്കാത്ത അവസ്ഥയാണ്. 10 രൂപ ഉണ്ടെങ്കിൽ മാത്രമേ, ജനങ്ങൾക്കുണ്ടെങ്കിൽ മാത്രമേ 10 രൂപ ചെലവ് ചെയ്യാൻ പറ്റുള്ളൂ. അത് 10 രൂപ ഇല്ലാത്ത അവസ്ഥയാണ്. 1000 രൂപയ്ക്ക് പണിയെടുത്താൽ ഒരു ദിവസം കുടുംബം കഴിഞ്ഞ് പോകാം എന്നുള്ള അവസ്ഥയാണ്. നേരത്തെ 500 രൂപയ്ക്ക് പണിയെടുത്താൽ ബാക്കി 200 കിട്ടും. മദ്യത്തിൻ്റെ വില കൂട്ടി, എല്ലാ വിലയും കൂട്ടി. നേരത്തെ 28 രൂപയ്ക്ക് വിറ്റ അരി 56 രൂപ ആക്കി. 5 വർഷം വില കൂടില്ല എന്നാണ് പിന്നെ 10 വർഷവും വില കൂടില്ല പറഞ്ഞ പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന് ആദ്യത്തെ 5 വർഷവും രണ്ടാമത്തെ 5 വർഷവും എല്ലാ സാധനങ്ങളിലെയും വില കൂട്ടി, ഉപ്പ് തൊട്ട് കൽപ്പൂരം വരെ വില കൂട്ടി ജനങ്ങളെ ബുദ്ധിമുട്ടിലേക്കും കഷ്ടപ്പാട്ടിലേക്കും തള്ളിവിട്ട സർക്കാരാണ് പിണറായി സർക്കാർ. അത് മനസ്സിലാക്കി കേരളത്തിലെ ജനത ഒറ്റക്കെട്ടായി ശബരിമല വിഷയത്തിൻ്റെയും കൊറോണയുടെയും കാലത്ത് ശബരിമല സ്ത്രീ പ്രവേശനം സുപ്രീം കോടതി ആവാമെന്ന് പറഞ്ഞപ്പോൾ അതിനെ ഏറ്റുപിടിച്ച് BJPക്കാരും CPM കാരും കൂടിയിട്ട് നാടകം കളിക്കുകയായിരുന്നു. പക്ഷേ BJPക്കാർ ഇവിടെ വന്ന് തന്ത്രം മാറ്റി.
ശബരിമലയിൽ ആളെ കയറ്റില്ല, സ്ത്രീകളെ കയറ്റില്ല പറഞ്ഞു. കേന്ദ്രത്തിൽ നിന്ന് അവർ പാസ്സാക്കി വിട്ടു. സുപ്രീം കോടതി വിധിയെ മാനിക്കണമെന്ന് പറഞ്ഞാണ് പിണറായി സർക്കാർ ചെയ്തത്. എന്നാൽ സുപ്രീം കോടതി ഒന്നുമല്ല എന്ന് പറഞ്ഞിട്ടാണ് കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് ശബരിമലയിൽ സ്ത്രീ പ്രവേശനം പാടില്ല എന്ന് പറഞ്ഞ് മെൻസസ് വന്നവരെ കയറ്റില്ല എന്ന് പറഞ്ഞത് കേരള ജനത ഒറ്റക്കെട്ടായി. അന്നത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റ് കോൺഗ്രസ്സിന് കിട്ടി. ഇത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വോട്ട് കമ്മിയായിട്ട് തൃശ്ശൂരിൽ 20% താഴെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി ജയിച്ചത് 40% വോട്ട് മേടിച്ചാണ്. പക്ഷേ ഇപ്പോൾ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിൽ 20%-ൽ താഴെയാണ് BJPക്ക് വോട്ട് എന്ന് ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവരും UDFന് അനുകൂലമായി വോട്ട് ചെയ്ത് കോൺഗ്രസ്സിന് 110 സീറ്റിൽ ജയിപ്പിക്കുന്നതിനുള്ള വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ R. ശങ്കരനാരായണൻ ആവശ്യപ്പെട്ടു.